ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പവർഫുള്ളായ ലിറ്റർ ക്ലാസ് വണ്ടികളോ അല്ലെങ്കിൽ 1000 cc ഉള്ള ADV ബൈക്കുകളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അവരൊക്കെ ശരിക്കും വലിയ ബ്രാൻഡുകളാണ്. അതായത് അവരുടെ ആസ്തിയും അവരുടെ ബിസിനസ്സൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും വലിയ ബ്രാൻഡുകൾ തന്നെയാണ്. 70-ലേറെ രാജ്യങ്ങളിൽ ഇവർ വണ്ടിയൊക്കെ വിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ TVS പുതിയൊരു രാജ്യത്തൂടെ ബൈക്ക് വിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. TVS ഇപ്പം ഇറ്റലിയിൽ എൻ്റർ ചെയ്തൊക്കെയാണ്. അതായത് TVSൻ്റെ ആ ഒരു ജുപ്പിറ്റർ, എൻഡോർക്ക്, റൈഡർ, പിന്നെ RTR 310, RR 310 ഈ ബൈക്കുകളൊക്കെയാണ് ഇറ്റലിയിൽ അവർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളായ iQube പിന്നെ TVSൻ്റെ ആ ഒരു X എന്ന് പറഞ്ഞ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വന്നായിരുന്നു. അതും ഇറ്റലിയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ആ വണ്ടി ഇന്ത്യയിൽ ഡെലിവറി തുടങ്ങിയിട്ടില്ല. അതിനേക്കാളും മുന്നേ തന്നെ അവർ ഇറ്റലിയിലും അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. TVSൻ്റെ ഈ ഒരു ലൈനപ്പ് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് എന്തുകൊണ്ട് RTR 160 RTR 200 അങ്ങോട്ട് കൊണ്ടുപോയില്ലെന്നാണ്. അതിന് ഉത്തരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇറ്റലിയിലേക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഓരോ ഘട്ടങ്ങളായിട്ടാണ്. അതായത് അവിടെ A1 ഉണ്ട്, A2 ഉണ്ട്. അപ്പോൾ ഈ ഒരു A1 എന്ന് പറഞ്ഞ കാറ്റഗറി നോക്കുകയാണെങ്കിൽ A1 കാറ്റഗറി ലൈസൻസ് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ 15 HP പവർ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു കാറ്റഗറിയിൽ TVSന് ജുപ്പിറ്ററും ഉണ്ട്, എൻഡോർക്കും ഉണ്ട്. ഇനി A2 നോക്കുകയാണെങ്കിൽ A2 കാറ്റഗറി ലൈസൻസ് ഉള്ളവർക്ക് 47 HP താഴെ പവറുള്ള വണ്ടികൾ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു കാറ്റഗറിക്ക് വേണ്ടി TVSൻ്റെ കയ്യിൽ RTR 310 ഉണ്ട്, RR 310 ഉണ്ട്. RTR 160 RTR 200 രണ്ട് വണ്ടി എടുത്താലും ആ രണ്ട് വണ്ടികൾക്കും 15 HP കൂടുതൽ പവറും ഉണ്ട്. എന്നാൽ ആ ഒരു 47 അടുത്ത് വരുന്ന ഇത്രയും പവറും ഇല്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് വണ്ടികളും അങ്ങോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ ഇറ്റലി പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു യൂറോപ്യൻ കൺട്രിയിലോട്ട് വണ്ടി കൊണ്ടുപോകുമ്പോഴുള്ള മെയിൻ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ ക്വാണ്ടിറ്റിനേക്കാളും കൂടുതൽ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ പോയി TVS ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. കാരണം TVSന് നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം ഇന്ത്യയിലെ റോഡിൽ ഓടി കഴിവ് തെളിച്ച വണ്ടികളാണ്. അത് ലോകത്ത് എവിടെ പോയാലും ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കോളും. പിന്നെ TVSൻ്റെ ഡിസൈനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതും ആ ഒരു ഗ്ലോബലുള്ള മറ്റേത് ബൈക്കുകളെക്കാളും അടിപൊളി ഡിസൈനാണ് TVS കൊടുക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സിലും TVS ഒരു പഞ്ഞവും കാണിക്കാറില്ല. ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. ഇനി എഞ്ചിൻ നോക്കുകയാണെങ്കിൽ RTR 310 RR 310 വരുന്നത് BMW എഞ്ചിനാണ്. അതും വേൾഡ് ക്ലാസ് നിലവാരത്തിൽ തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. എന്തായാലും ഇറ്റലിക്കാർ TVSൻ്റെ വണ്ടി കണ്ടിട്ട് ഇത് മോശമാണ്, കൊള്ളത്തില്ല അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ വരത്തില്ല. അമ്മാതിരി വണ്ടികളൊന്നും TVSൻ്റെ കയ്യിലില്ല. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം സർവീസ് ഇന്ത്യയിലെ പോലെ ആകാതിരുന്നാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല. പിന്നെ TVS എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് നെയിമിൽ അവർ ഒരുപാട് കൺട്രികളിൽ വണ്ടി വിൽക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാം ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ബ്രാൻഡുകൾ TVS വാങ്ങിച്ചിട്ടുണ്ട്. നോട്ടൺ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്. അത് നമ്മുടെ TVS ആണ് ഓൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഇലക്ട്രിക് സൈക്കിളുകൾ വിൽക്കുന്ന ഒരു വണ്ടിയുണ്ട്, ഈഗോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ്. അതിൻ്റെയും 75% ഷെയർ നമ്മുടെ TVSൻ്റെ കയ്യിലാണ്. ഈ ബ്രാൻഡുകളൊക്കെ യൂറോപ്പിൽ നല്ലപോലെ തന്നെ പോപ്പുലറാണ്. അപ്പം ഈ ബ്രാൻഡ് വാങ്ങിച്ചേക്കുന്ന ബ്രാൻഡിന് TVS എന്ന് പറയുന്നിടത്ത് അതിന് പിന്നെയും ഒരു ശ്രദ്ധ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.